to my channel Easy Learn for Class 9. So last video നമ്മൾ എന്താണ് പഠിച്ചത്? ഏത് ടോപ്പിക് ആയിരുന്നു? It was average speed and average velocity. അത് കാണാത്തവരുണ്ടെങ്കിൽ please go and watch that video because ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. എന്താണ്? It is the numericals of average speed and average velocity. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ? സോ ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നടത്താം. എന്തൊക്കെ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ന്യൂമറിക്കൽസ് ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി ആണ്. അതിന് വേണ്ട ഇക്വേഷൻസ് പെട്ടെന്ന് സ്പീഡ് എന്താണ്? ഇറ്റ് ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സ്കെയിലാർ ആണ്, വെക്റ്റർ ആണ്, സോ ഡിസ്പ്ലേസ്മെന്റ്. ആവറേജ് സ്പീഡ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. എല്ലാത്തിന്റെയും SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം സ്പീഡും ആവറേജ് സ്പീഡും വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. സോ അത് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് അത് വാച്ച് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ന്യൂമറിക്കൽസ്. ഡേറ്റാസ് ആണ്. സോ എല്ലാ വീഡിയോസിലും ന്യൂമറിക്കൽ വീഡിയോസിലും ഞാൻ പറയാറുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, എപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കുക, ഗീവൺ എഴുതുക, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ഫൈനലായിട്ട് SI യൂണിറ്റ് മറക്കരുത്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും ഞാൻ പറയുന്നുണ്ട്, ഇപ്പൊ ബോറടിച്ചാണ് നിങ്ങൾക്ക്. സോ അത് മറക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് AB, അപ്പൊ 4 ഷോപ്പുകളുണ്ട്. ABCD. അപ്പൊ a person walks from A to D. അപ്പൊ ഇന്റർമീഡിയറ്റ് സ്റ്റോപ്സിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡയഗ്രാം A, നെക്സ്റ്റ് D എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി, അടുത്ത C എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തി, നെക്സ്റ്റ് D എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തി. A to B എടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 15 മീറ്റേഴ്സ്. നമുക്ക് പാരലലി തന്നെ എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് നോക്കാം. 15 മീറ്റേഴ്സ് കവർ ചെയ്യാൻ 10 സെക്കൻഡ്സ്. അടുത്ത BC 30 മീറ്റേഴ്സ് ആണ്. 30 മീറ്റേഴ്സ് കവർ ചെയ്യാൻ 15 സെക്കൻഡ്സ്. അടുത്ത CD 25 മീറ്റേഴ്സ്, അത് കവർ ചെയ്യാൻ 10 സെക്കൻഡ്സ്. സോ നമ്മൾ ഡയഗ്രാം വരച്ചു. ആസ് പെർ ദ ക്വസ്റ്റ്യൻ എ പേഴ്സൺ വാക്സ് ഫ്രം A to D. ഇന്റർമീഡിയറ്റ് സ്റ്റോപ്സ് ആണ് ഇതൊക്കെ. ഓരോന്നിന്റെയും ഡിസ്റ്റൻസും അതിനെടുക്കുന്ന ടൈമും നമ്മൾ എഴുതി കൊടുത്തു. അപ്പൊ ഗീവണും ഡയഗ്രാമും കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് നോക്കണമെന്ന്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സോ ആവറേജ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റി ഇന്നത്തെ ക്വിക്ക് റീക്യാപ്പിലും നമ്മൾ കണ്ടു. എന്താണ് ഇക്വേഷൻ? ആവറേജ് വെലോസിറ്റി ഈസ് the total displacement divided by the total time. Okay, so average velocity is the total displacement divided by total time. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? A തൊട്ട് D വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. A എന്ന് പറയുന്ന പോയിന്റ് 0-യിലാണ്. D എന്ന് പറയുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസിനകത്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 15 + 30 + 25. അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റും. കാരണം ഇതൊരു സ്ട്രെയിറ്റ് പാത്ത് ആണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് തന്നെയാണ്. അപ്പൊ എത്രയാണ്? 15 + 30 + 25. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 10 + 15 + 10. That is equal to 15 + 30 + 25 എത്രയാണ്? 70 മീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? 35 25 10 35 35 70. So 70 meters divided by time taken എത്രയാണ്? 20 + 15, that is 35 seconds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 by 35 divisible ആണ്. It is 2 meter per second. സോ ഇത്രയും ഈസി ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? നമുക്ക് 4 ഷോപ്പുകളുണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ടോട്ടൽ ടൈം നമുക്ക് കണ്ടുപിടിക്കാം, കാരണം ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോപ്പിന്റെ ടൈം തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റും അതിന്റെ ന്യൂമറിക്കൽസും കണ്ടവർക്കറിയാം, അത് പഠിച്ചവർക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്ട്രെയിറ്റ് ലൈനകത്ത് സെയിം തന്നെയാണ്, ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ?
കാരണം ഇതിന്റെ ഇനിഷ്യൽ പോയിന്റ് 0 ആണ്, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 70 ആണ്. സോ 70 മൈനസ് 0 is 70. സോ 70 ആണ് ഡിസ്പ്ലേസ്മെന്റ്. ടൈം ടേക്കൺ എന്താണ്? ടോട്ടൽ ടൈം. സോ 2 meters per second. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ 1 സോൾവ്ഡ്. SI യൂണിറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. Question is like this. A cycle moves 40 meters in the first 10 seconds, 20 meters more in the next 5 seconds. Find the average velocity for the first 10 seconds and the next 5 seconds and the total duration. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? We will begin with the diagram. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഡയഗ്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡയഗ്രത്തിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു 40 meters ആദ്യം 10 seconds എടുത്തു. സോ ആദ്യത്തെ 10 secondsൽ അപ്പോൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 10 seconds അയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് 40 meters ആണ്. സോ ആദ്യത്തെ 10 secondsൽ അയാൾ കവർ ചെയ്തത് 40 meters ആണ്. നിങ്ങൾക്ക് എന്തൊരു പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾ ആ തന്നിരിക്കുന്ന ഡേറ്റനെ എങ്ങനെ ഡയഗ്രാം ആക്കും നോക്കാം. അപ്പൊ 40 meters in 10 seconds എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 secondsൽ അയാൾ 40 meters കവർ ചെയ്തു. Then 20 meters more in next 5 seconds. അപ്പൊ അടുത്ത 5 secondsൽ അയാൾ 20 meters കൂടെ കവർ ചെയ്തു. അപ്പൊ അടുത്ത 5 seconds അയാൾ വാക്ക് ചെയ്തു. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 20 meters കവർ ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ എൻഡ് പോയിന്റ് എത്തി. ഓക്കെ, ഇതൊക്കെ നമുക്ക് നെയിം ചെയ്യാം. ഇതൊക്കെ നമ്മൾ നെയിം ചെയ്യുന്നത് എന്തിനാ? നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. സോ ഡയഗ്രത്തിൽ നിന്ന് ആർക്കും പറയുന്നത് എ എന്ന് പറയുന്ന വേറൊരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ 10 seconds 40 meters കവർ ചെയ്തു. ഓയും ബി നമ്മുടെ ഡിസ്റ്റൻസ് 20 meters ആണ്. അത് കവർ ചെയ്യാൻ 5 seconds എടുത്തു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി. എവിടെയൊക്കെ? ഇൻ ദ ഫസ്റ്റ് 10 seconds, in the next 5 seconds and in the total journey. അപ്പൊ 3 കേസിന്റെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ഞാൻ AO കണ്ടുപിടിക്കാൻ പോവാം. ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ആവറേജ് വെലോസിറ്റി ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ നിങ്ങൾ പറഞ്ഞേ AO എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇത് 40 meters ആണ്, ഇത് 0 meters ആണ്. അപ്പൊ 40 ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? 40 മൈനസ് 0, ഇത്രയും ഡിസ്റ്റൻസ് 40 ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ വാക്ക് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം തന്നെയാണ്. കാരണം ഇത്രയും വരെ വാക്ക് ചെയ്യാൻ 40 meters വേണം. ഈ പോയിന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല എന്താണ്? നെറ്റ് ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ടേക്ക് ഒരു 40 വാക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. സോ 40 ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡ് എടുത്തു? 10 seconds. അപ്പൊ എത്ര ആൻസർ? 40 by 10 is 4 meters per second. ആവറേജ് വെലോസിറ്റി കിട്ടി. ഇനി അടുത്തത് O to B. O to B എന്താ കണ്ടുപിടിക്കണ്ടേ? 20 meters കവർ ചെയ്യാൻ 5 seconds എടുത്തു. സോ ആവറേജ് വെലോസിറ്റി എന്താണ്? 20 by 5. That is again 4 meters per second. അപ്പൊ നമുക്ക് AOയുടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു, OBയുടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ABയുടെ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഓഫ് AB. ABയുടെ ആവറേജ് വെലോസിറ്റി എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇവിടെ വരെ വരാൻ 40 meters. പിന്നെ അയാൾ വാക്ക് ചെയ്തു 20 meters. സോ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 60 meters ആണ്. അപ്പൊ ഇത് പോയിന്റ് 0 ആണ്, ഇങ്ങോട്ടേക്ക് 60 meters നടന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാൻ. നെറ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? 60 മൈനസ് 0, 60. ഇനി വൺ സൈഡിനകത്ത് 60 പോയി, അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനകത്ത് ഒന്നും വാക്ക് ചെയ്തില്ല, അപ്പൊ വൺ സൈഡ് 60. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 60. ഇത് ഞാൻ ഫാസ്റ്റ് പറയാൻ കാരണം ഞാൻ ന്യൂമറിക്കൽസിനകത്തും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ക്ലാസ്സിനകത്തും ഇത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് 40 plus 20, 60 by total time 10 plus 5. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതണോ? 20 plus 40
divided by 10 plus 5. That is equal to 60 by 15. That is 4 meters per second. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഈ പ്രോബ്ലംസ് ഒക്കെ നോട്ട് ചെയ്യുക നിങ്ങളുടെ ബുക്കിനകത്ത്. നമ്മളിപ്പോൾ സെക്കൻഡ് ന്യൂമറിക്കൽ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇത്രയും ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇല്ല. സോ പ്ലീസ് ഇത് പഠിക്കുക. അപ്പോൾ NCERTയിൽ വരുന്ന സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓൾസോ നിങ്ങൾക്ക് എക്സാമിനും ഭയങ്കര എളുപ്പമായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനകത്ത്. 40 meters 10 seconds, 20 meters more next 5 seconds. കണ്ടുപിടിക്കാൻ പറയുന്നത് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് വെലോസിറ്റി ഫോർ ദ ടോട്ടൽ ജേർണി, ആവറേജ് വെലോസിറ്റി ഫോർ ദ ഫസ്റ്റ് ഡ്യൂറേഷൻ ആൻഡ് ആവറേജ് വെലോസിറ്റി ഫോർ ദ നെക്സ്റ്റ് ഡ്യൂറേഷൻ. ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 40 by 10, 40 by 10, 20 by 5. പിന്നെ ടോട്ടൽ 60 divided by 15. Clear? Okay, this was numerical number 2. So let's continue with the third numerical. Question എങ്ങനെയായിരുന്നു? Suppose that a car moves 100 meters in 20 seconds and 50 meters more in the next 5 seconds. Calculate the average velocity for the first 20 seconds, next 5 seconds and the total journey. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് we have to find the average velocity for 3 different scenarios. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. സോ ഫസ്റ്റ് a car. അപ്പോൾ ഒരു കാർ ഉണ്ട്. കാർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 seconds എടുത്ത് 100 meters കവർ ചെയ്യുന്നു. സോ 20 second ടൈമിൽ 100 meters കവർ ചെയ്യുന്നു. അടുത്ത 5 second ടൈം, അടുത്ത 5 secondsൽ 50 meters കവർ ചെയ്യും. സോ ഞാൻ ആ ഡയഗ്രാം വരച്ചു. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു കാർ ഉണ്ട്. കാർ 20 secondsൽ 100 meter കവർ ചെയ്തു. 5 seconds, നെക്സ്റ്റ് 5 secondsൽ 50 meter കവർ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് 5 ആക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ പോയിന്റ്സിനെയൊക്കെ നെയിം ചെയ്തു. ABC. നമ്മളോട് ആവറേജ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് 3 ആവറേജ് വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തിന്റെ ആവറേജ് വെലോസിറ്റി ആണ്? ആവറേജ് വെലോസിറ്റി ഓഫ് AB. പിന്നെ ആവറേജ് വെലോസിറ്റി ഓഫ് BC. പിന്നെ ആവറേജ് വെലോസിറ്റി ഓഫ് ടോട്ടൽ ജേർണി ദാറ്റ് ഇസ് AC. അപ്പൊ ഫസ്റ്റ് 20 സെക്കൻഡിലെ ആവറേജ് വെലോസിറ്റി എന്താണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ സെയിം. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് AB ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? A to B. The displacement is 100 meters. അപ്പോൾ 100 meter divided by the time, that is 20 seconds. So 100 by 20 എത്രയാണ്? 5 അല്ലേ? So 5 meter per second. അപ്പോൾ ആദ്യത്തെ കേസിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു. സോ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ പ്ലീസ് നോട്ട്ബുക്കിനകത്ത് എഴുതിയെടുക്കുക. അടുത്തത് ആവറേജ് വെലോസിറ്റി ഓഫ് BC. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 50 meters ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുക്കും? 5 seconds, which means 50 by 5, 10 meter per second. സോ ഇവിടെ 5 meter per second ആയിരുന്നു വെലോസിറ്റി. ഇപ്പോൾ 10 meter per second ആണ്. മൂന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോട്ടൽ ജേർണി. ടോട്ടൽ ജേർണി എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. A to C പോകാൻ എത്ര ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് വേണം? 100 plus 50 meters. That is 100 plus 50 meters divided by total time. Total time എത്രയാണ്? 20 plus 5, 25. 150 divided by 25. ഇത്രയും meter per second. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു കാറ് ആദ്യത്തെ 20 സെക്കൻഡ്സിൽ 100 meters കവർ ചെയ്യും. നെക്സ്റ്റ് 5 സെക്കൻഡ്സിൽ 50 meters കവർ ചെയ്യും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ഓരോ കേസിനെയും കണ്ടുപിടിക്കുക ഡിവൈഡ് ബൈ ദാറ്റ് ടൈം.
ടോട്ടൽ ഡ്യൂറേഷൻ ആകുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇങ്ങനത്തെ പ്രോബ്ലംസ് കിട്ടുവാണെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. സോ അതിന്റെ പോർഷൻ പഠിക്കുക ആദ്യമേ, എന്നാലും ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പഠിക്കണം, എന്നിട്ട് ദാറ്റ് ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡ് ആയിരുന്നെങ്കിലോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, സോ നമ്മുടെ ന്യൂമറിക്കൽ നമ്പർ 3 കഴിഞ്ഞു. 3 അല്ല. So question number 4 എങ്ങനെയാണ്? A person walks along a straight road to east. There is a person who walks along a straight road to east for 200 meters in 20 seconds, then goes back west for 100 meters in another 10 seconds. Find his average speed and average velocity. So average speed and average velocity concept ഇപ്പോൾ മനസ്സിലായവർക്ക് ഈ ക്വസ്റ്റ്യനകത്ത് വരുന്ന ഡിഫറൻസും അറിയാം, ആൻസേഴ്സിൽ വരുന്ന ഡിഫറൻസും അറിയാം അല്ലേ? അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗ്രാം വരയ്ക്കുക. ഒരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സൺ ഈസ്റ്റ് PC ഡയറക്ഷൻ ആണ്. ഞാൻ A എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ B വരെ 200 മീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കാം. അതിന് എത്ര ടൈം എടുത്തു? 200 മീറ്റേഴ്സ് കവർ ചെയ്യാൻ 20 സെക്കൻഡ്സ് എടുത്തു. അപ്പൊ ഒരു പേഴ്സൺ ഈസ്റ്റിലോട്ട് 200 മീറ്റേഴ്സ് നടന്നു. അത് നടക്കാൻ അയാൾക്ക് എത്ര ടൈം എടുത്തു? 20 സെക്കൻഡ്സ് എടുത്തു. ദെൻ ഹി വെന്റ് ബാക്ക് വെസ്റ്റ്. വെസ്റ്റിലോട്ട് തിരിച്ചു വന്നു. അപ്പം ഈസ്റ്റും വെസ്റ്റും അറിയാത്ത ഒരാൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്ത് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ അത് പഠിക്കുക. വെസ്റ്റിലോട്ട് 100 മീറ്റേഴ്സ്. സോ 100 മീറ്റേഴ്സ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ നിന്ന് 100 മീറ്റേഴ്സ് തിരിച്ചു വന്നു, ഈ പോയിന്റിൽ വന്നു. ഓക്കെ, അതിന് എത്ര സെക്കൻഡ് എടുത്തു? അയാള് 10 സെക്കൻഡ് എടുത്തു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ദ ടോട്ടൽ ജേർണി അല്ലേ? ഇപ്പൊ ടോട്ടൽ ജേർണി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് C ആണെന്ന് വിചാരിക്കാം. ABC. അപ്പോ സ്പീഡിന്റെയും ആവറേജ് സ്പീഡിന്റെയും ആവറേജ് വെലോസിറ്റിന്റെയും ഡിഫറൻസ് എന്താ? ക്വിക്ക് റീക്യാപ്പിലും പറഞ്ഞു. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം. എഴുതി വെക്കുക. ആവറേജ് വെലോസിറ്റി എന്താണ്? ഇറ്റ് ഇസ് എ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇനി നമുക്കറിയേണ്ട A തൊട്ട് C വരെ ട്രാവൽ ചെയ്യാൻ ഇയാൾ എടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇയാൾ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? സോ ഇവിടെ വരെ 200 മീറ്റർ എടുത്തു. ദെൻ അയാൾ 100 മീറ്ററും കൂടെ നടന്നു. നമ്മൾ എല്ലാ എക്സാമ്പിളിലും പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ക്ലാസ്സിൽ 200 മീറ്റർ അങ്ങോട്ട് പോയി, തിരിച്ചയാൾ 100 മീറ്റർ വന്നു. ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എപ്പോഴും ആഡ് ആയി പൊക്കോണ്ടിരിക്കും അല്ലേ? അപ്പൊ 100 മീറ്ററും 200 മീറ്ററും അയാൾ ട്രാവൽ ചെയ്തു. സോ 200 പ്ലസ് 100 മീറ്റേഴ്സ് അയാൾ ട്രാവൽ ചെയ്തു. എത്ര ടൈമില്? 200 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ അയാൾ 20 സെക്കൻഡ് എടുത്തു. പ്ലസ് 100 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ അയാൾ 10 സെക്കൻഡ് എടുത്തു. സോ ദാറ്റ് ഇസ് 300 മീറ്റർ ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ്, വിച്ച് ഇസ് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒരു 4 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്സ് ഇതിന് എവിടെ പോകും? 2 മാർക്സ് ഇതിന് പോകും. 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ 2.5 2.5 പോവാം. ചിലപ്പോൾ 2 മാർക്സിന് ജസ്റ്റ് ചോദിക്കാം. 1 മാർക്ക് 1 മാർക്ക്. ഓക്കെ, ഇനി ആവറേജ് വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? A എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, B പോയി, തിരിച്ച് സിയിലോട്ട് വന്നു. സോ നമ്മുടെ ഫൈനൽ പോയിന്റ് C ആണ്, ഇനിഷ്യൽ പോയിന്റ് A ആണ്. എനിക്കറിയേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല എന്താണ്? നമ്മൾ 2 രീതി പഠിച്ചു. നെറ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ യൂസിങ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. സോ നെറ്റ് എങ്ങനെ ഇവിടെ കണ്ടുപിടിക്കുന്നത്? നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മീറ്റേഴ്സ് ഈ ഡയറക്ഷനിലോട്ടും 100 മീറ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനകത്താണെങ്കിൽ നെറ്റ് ഡിസ്റ്റൻസ് ഇസ് 200 മൈനസ് 100, ദാറ്റ് ഇസ് 100 മീറ്റേഴ്സ്. ഇനി ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ 100 മീറ്റേഴ്സ് ആയി, കാരണം ഇത് 200 ആയിരുന്നു, ഇത് 100 ആണ്. സോ ദിസ് ഇസ് 100. 0യും ഈ പോയിന്റ് 100ഉം ആണ്. സോ 100 മൈനസ് 0 അഗെയിൻ 100 മീറ്റേഴ്സ്. സോ ഇവിടെ ഞാൻ ഫാസ്റ്റ് ആവുന്നതിന്റെ കാര്യം ഈ കോൺസെപ്റ്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. സോ 100 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ
ടൈം ടേക്കൺ എത്രയാണ്? ടൈം എപ്പോഴും എന്ത് തന്നെയാണ്? ടോട്ടൽ ടൈം തന്നെയാണ്. ടോട്ടൽ ടൈം എന്ത് തന്നെയാണ്? 20 seconds plus 10 seconds. That is 100 by 30 seconds. 100 by 30 എത്രയാണ്? 3 3s are 9, ബാക്കി 10, പിന്നെ 3 അല്ലേ 3.3333 ഇങ്ങനെ പോകുമായിരിക്കും അല്ലേ? ഓക്കെ, സോ ദിസ് മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മുടെ ഈ പ്രോബ്ലത്തിനകത്ത് എന്താണ് നമുക്ക് ചോദിച്ചത്? ഒരു കാർ ഉണ്ട്, കാർ ട്രാവൽസ് 200 meters ഈസ്റ്റ് ദെൻ 100 meters വെസ്റ്റ്. കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ശരിക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി കോൺസെപ്റ്റ് മനസ്സിലായുള്ളതെന്ന് തെളിയിക്കും ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ. കാരണം ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടിയ 10 meter per second, കാരണം നമ്മൾ അവിടെ ഉപയോഗിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ആവറേജ് വെലോസിറ്റി നമുക്ക് കിട്ടിയത് 3.3 meter per second ആണ്, കാരണം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് തന്നിട്ടുള്ളത്? ശീതൾ drove for 3 hours at a rate of 50 km per hour and for 2 hours at 60 km per hour. What was the average speed of the whole journey? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ട്രിക്കി എന്ന് പറയാൻ കാര്യം? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്? ശീതൾ drove for 3 hours. ടൈം തന്നിട്ടുണ്ട് 50 km per hour. കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിന്റെ തന്നെ ഹയർ യൂണിറ്റ് ആണ് അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് മീറ്ററിലല്ല, ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ്, സെക്കൻഡിലല്ല, ടൈം അവേഴ്സിലാണ്. സോ 50 km per hour. അപ്പൊ അതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആയിരുന്നു? ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഇനി 2 hours, അടുത്ത 2 hours 60 km per hour. അപ്പം നെക്സ്റ്റ് 2 hoursന്റെ സ്പീഡ് എത്രയാണ്? 60 km per hour. കണ്ടുപിടിക്കേണ്ട ആവറേജ് സ്പീഡ് ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ശീതൾ ഒന്നുകൂടെ എടുക്കാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താ തന്നിരിക്കുന്നത്? ശീതൾ drove for 3 hours. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന ഒരു ട്രിക്കി പാർട്ട് എന്ന് പറയാൻ 3 hours ടൈം തന്നു, അവിടുത്തെ സ്പീഡ് തന്നു 50 km per hour. അപ്പൊ 3 hours ശീതൾ ഓടിച്ച സ്പീഡ് എത്രയാണ്? 50 km per hour ആണ്. ഈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് തന്നെയാണ് അല്ലെ? മീറ്റർ പെർ സെക്കൻഡിന്റെ ഹയർ യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ. അടുത്ത 2 hours ശീതൾ ഓടിച്ചത് 60 km per hourലായിരുന്നു. അതായത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സ്പീഡിന്റെ യൂണിറ്റ് ആണ്. സോ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. അപ്പൊ 60 km per hourലാണ് ശീതൾ ഓടിച്ചത്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറയാണ്. ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് ഇത് ഡിഫറെന്റ് ആവാൻ കാര്യം എന്താണ്? ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ സാധാരണ ഡിസ്റ്റൻസ് തരും, ടൈം തരും, നമ്മളോട് പറയും ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്തുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമും തന്നു, സ്പീഡും തന്നു, പക്ഷെ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് ആവറേജ് സ്പീഡ്. അപ്പൊ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് അറിയണം. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കിപ്പോ അറിയാമോ? ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പൊ നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് എന്തറിയാം? ടൈമും അറിയാം, സ്പീഡും അറിയാം. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്വിക്ക് റീക്യാപ്പിൽ നമ്മൾ സ്പീഡിന്റെ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞാൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ സ്പീഡും അറിയാം, ടൈമും അറിയാം, പക്ഷെ ഡിസ്റ്റൻസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇങ്ങനത്തെ ട്രിക്കി ന്യൂമറിക്കൽസ് വരുമ്പോൾ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. ഇപ്പൊ ഞാൻ ആവറേജ് സ്പീഡ് എഴുതി വെച്ചു. അപ്പൊ പക്ഷെ എനിക്ക് മനസ്സിലായി എനിക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് വേണം, പക്ഷെ അതെനിക്ക് ഇല്ല. അപ്പൊ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ആവറേജ് സ്പീഡ്. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഈ രണ്ട് സ്പീഡുകളെടുത്ത് ആവറേജ് ആക്കി വെക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന ഇക്വേഷൻ എഴുതുക. ആവറേജ് സ്പീഡിന് അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്, ഇത് തന്നെ ഉള്ളൂ ഒരു ഇക്വേഷൻ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് അവിടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒരു സ്പീഡും ടൈമും വേണം. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം.
അപ്പം സ്പീഡും ടൈമും അവർ തന്നിട്ടുണ്ട്, മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് വേറൊരു രീതി ചിന്തിക്കാം, ഇത് വേണം. ഇനി ഈ രണ്ട് ഡേറ്റ എന്തിനായിരിക്കും തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട്? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തെങ്കിലും അഡീഷണൽ ഡേറ്റാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ഇട്ടിട്ട് വാല്യൂ കിട്ടാനായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡയഗ്രാം വരയ്ക്കും. ശീതൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 3 hours. ശീതൾ ഓടിച്ച സ്പീഡ് 50 km/h ആണ്. അതിനുശേഷം പോയിന്റ് ബിയിലെത്തി. ശീതൾ പോയിന്റ് സി വരെ 2 hours ഓടിച്ചു. ആ 2 hours ശീതൾ ഓടിച്ച സ്പീഡ് 60 km/h ആണ്. ഞാൻ ഇവിടെ ഇപ്പം യൂണിറ്റിനൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല, കാരണം എൻ്റെ എല്ലാം ഇപ്പൊ ഒരു ടൈപ്പിൽ തന്നെ കിടക്കുന്നത്. എവിടെയെങ്കിലും കിലോമീറ്റർ, എവിടെയെങ്കിലും മീറ്ററോ, എവിടെയെങ്കിലും സെക്കൻഡ് ഒക്കെ കിടക്കുവാണെങ്കിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കിലോമീറ്ററിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേറെ പ്രോബ്ലത്തിൽ അത് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഈ കേസിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ പാത്ത് ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, പിന്നെ ഇവിടത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നാലേ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 50 ആണ്, ഇൻറ്റു 3. അപ്പം ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇൻറ്റു 3 150 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു അവർ. അപ്പൊ കിലോമീറ്റർ അതെങ്ങനെ വരും? കിലോമീറ്റർ h മൈനസ് പെർ അവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇൻറ്റു അവേഴ്സ്. അപ്പൊ ഇത് ക്യാൻസൽ ആയി. അപ്പൊ 150 കിലോമീറ്റേഴ്സ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് 150. ഇനി D2 എന്താണ്? 60 ഇൻറ്റു 2. അത് എത്രയാണ്? 120 കിലോമീറ്റേഴ്സ്. സോ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ 150 ആണ് എ ടു ബി ഉള്ള ഡിസ്റ്റൻസ്, ബി ടു സി ഉള്ള ഡിസ്റ്റൻസ് 120 ആണ്. അങ്ങനെയാണ് 150 പ്ലസ് 120 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എത്രയാണ്? 3 hours plus 2 hours 5. So 150 plus 120 is 270 kilometer divided by 5 hours. So ഇത് divisible ആണല്ലോ. 54 അല്ലേ? 5 5s are 25, ബാക്കി 220, 5 4s are 20 kilometer per hour. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ശീതൾ ഒരു കാർ ഓടിച്ചു. ആദ്യം 3 hours ഓടിച്ചു. ആ സമയത്ത് ശീതളുടെ സ്പീഡ് 50 km/h ആയിരുന്നു. ഓക്കെ, അടുത്ത ശീതൾ 2 hours ഓടിച്ചു. 3 hours കഴിഞ്ഞു. അടുത്ത 2 hours ശീതൾ പോയ സ്പീഡ് 60 ആയിരുന്നു. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ദയവ് ഇതിന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിന്റെ ഒരു ഡയഗ്രാം വരച്ചു വയ്ക്കുക. അതായത് ശീതൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 50 km/h 3 hours ഓടിച്ചു. അടുത്ത പോയിന്റ് 2 hours 60 km/h ഓടിച്ചു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ എന്തൊരു ഓർഡർ പറഞ്ഞേ? ഡയഗ്രാം വരയ്ക്കുക, ഗീവൺ എഴുതുക, എന്തുവാ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ആവറേജ് സ്പീഡ്, അതിന്റെ ഇക്വേഷൻ എഴുതി വെച്ചു. അപ്പൊ എനിക്ക് ആവറേജ് സ്പീഡിൽ എങ്ങനെ പോയാലും ടോട്ടൽ ഡിസ്റ്റൻസ് വേണമെന്ന് മനസ്സിലായി. പക്ഷേ ടോട്ടൽ ഡിസ്റ്റൻസ് വേണമെങ്കിൽ എന്ത് വേണം? ഈ രണ്ട് പാത്തിന്റെ ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസുകൾ കിട്ടണം. അതിനെ ആഡ് ചെയ്താലല്ലേ എനിക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടൂ. അപ്പൊ ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ആലോചിക്കണം, ഓക്കെ ഈ സംഭവങ്ങളെയൊക്കെ തന്നിട്ടുണ്ട്, ഇതിന് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടാവില്ലേ? ഉണ്ട്. കാരണം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് തന്നിട്ടുണ്ട്, ടൈമും ഉണ്ട്, ഡിസ്റ്റൻസ് നമുക്ക് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ പാത്തിലെ സ്പീഡ് ഇതാണ്, ടൈം ഇതാണ്. ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. 50 ഇൻറ്റു 3 150. അടുത്ത 60 ഇൻറ്റു 2 120. ഇത് രണ്ടും ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എത്ര? 3 + 2 5 hours. So 270 kilometers divided by 5, that is 54 km/h.
അപ്പോൾ ഇത്രയും പാടുള്ളൊരു ക്വസ്റ്റിനെ നമ്മൾ എളുപ്പം സോൾവ് ചെയ്തു. എങ്ങനെ? നമ്മൾ ക്വസ്റ്റിന് മനസ്സിലാക്കി, ഡയഗ്രാം വരച്ചു, എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി, അതിൽ നിന്ന് ഡിസ്റ്റൻസിനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യണം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇത് കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ, a person drives from Trivandrum to Alappuzha at 40 kilometers per hour and from Alappuzha to Trivandrum at 60 kilometers per hour. What is your average speed for the whole journey? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി അല്ലേ? ട്രിവാൻഡ്രം തൊട്ട് ആലപ്പുഴ വരെ പോകാൻ 40 kilometers per hour ആണ് ഒരു പേഴ്സൺ എടുത്തത്. തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രം വരാൻ 60 kilometers per hour എടുത്തു. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഡയഗ്രാം വരയ്ക്കും. ട്രിവാൻഡ്രം ഇതാണ്, ആലപ്പുഴ ഇതാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് പോവാൻ 40 kilometers per hour ആണ്. കിലോമീറ്റർ പെർ അവറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കിലോമീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് പെർ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ആണ്. സോ സ്പീഡ് എന്ന് പറയുന്നത് 40 ആണ്. തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോവാൻ സ്പീഡ് 60 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആകെ ഇതേ തന്നിട്ടുള്ളൂ. നമുക്ക് ടൈം തന്നിട്ടില്ല, ഡിസ്റ്റൻസ് തന്നിട്ടില്ല, നമുക്ക് ആകെ അറിയാവുന്നത് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്താണെന്ന് എഴുതി വെച്ചാലേ പറ്റുള്ളൂ. ആവറേജ് സ്പീഡ് എന്താണ്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതിൽ നമുക്ക് എന്തെങ്കിലും അറിയാമോ? ടൈം അറിയില്ല, ഡിസ്റ്റൻസ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹിന്റ് ഉണ്ട്. അത് ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായോ? ട്രിവാൻഡ്രം ടു ആലപ്പുഴ ഈ സ്പീഡ്, ആലപ്പുഴ ടു ട്രിവാൻഡ്രം വേറൊരു സ്പീഡ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വന്നാലും ആലപ്പുഴയും തിരുവനന്തപുരം തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ലല്ലോ, അല്ലേ? ആലപ്പുഴയും തിരുവനന്തപുരം തമ്മിൽ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ അത് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഡി തന്നെ കവർ ചെയ്തേ പറ്റൂ. സോ നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനം കിട്ടി. ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡി ആണ്. ഞാൻ അസ്യൂം ചെയ്തു ഡി ആണ്. ആ ഡി രണ്ടിടത്തോട്ടും സെയിം ആണ്. സോ അങ്ങോട്ട് പോകാനും ഡിസ്റ്റൻസ് ഡി ആണ്, ഇങ്ങോട്ട് വരുമ്പോഴും ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പൊ ഈ ഇക്വേഷനോട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ആവറേജ് സ്പീഡിനകത്തോട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. വൺ സൈഡ് ഡി ആണ്, ഓപ്പോസിറ്റ് സൈഡും സെയിം ഡിസ്റ്റൻസ് ഡി തന്നെയാണ്. സോ ഡി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇനി ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിവാൻഡ്രം ടു ആലപ്പുഴ പോകാനുള്ള ടൈം ആദ്യത്തെ ടി, ആലപ്പുഴ ടു ട്രിവാൻഡ്രം പോകാനുള്ള രണ്ടാമത്തെ ടി. സോ ടി ടി എ പ്ലസ് ടി എ ടി. ഇതെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ട്രിവാൻഡ്രം തൊട്ട് ആലപ്പുഴ വരെ പോവാൻ ടൈം ടി ടി എ ആണ് ഞാൻ അസ്യൂം ചെയ്തു. ഇനി എ ടി ആണ് ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രം എത്താനുള്ള ടൈം. എനിക്കിവിടെ അസംഷനേ പറ്റുള്ളൂ. കാരണം എന്താണ്? ബിക്കോസ് ഇതിനകത്ത് ഫുൾ നമുക്ക് എല്ലാം അൺനോൺ ആണ്. നമുക്ക് ആകെ അറിയാവുന്ന ഡിസ്റ്റൻസ് സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഡിസ്റ്റൻസ് എന്ന് അറിയില്ല. പിന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് ഇത്ര വരെ പോവാൻ ഇത്ര ടൈം ആയിരിക്കും. ദാറ്റ് ഇസ് അസ്യൂം ടി ടി എ ആൻഡ് ടി എ ടി. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പൊ ഇതെന്താ? ഇറ്റ് ഇസ് 2d ഡിവൈഡഡ് ബൈ ടി ടി എ പ്ലസ് ടി എ ടി. ഇതൊക്കെ കുറച്ച് കോംപ്ലക്സ് പ്രോബ്ലം ആണ്. ഇതൊക്കെ നല്ലോണം മനസ്സിലാക്കുക. ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസ് ഐഡിയ ഇല്ല, ടൈം ഉണ്ട് രണ്ടെണ്ണം. ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ഒരു ഇക്വേഷൻ യൂസ് ചെയ്തായിരുന്നു. എന്താണ്? സ്പീഡ് തന്നിട്ടുള്ളപ്പോൾ നമുക്കൊരു ഇക്വേഷൻ അറിയാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ടൈമിന് നമുക്ക് എന്താന്ന് എഴുതാൻ? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. ആണല്ലോ. ഇത് ഞാൻ സ്പീഡിന്റെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. സ്പീഡ് എനിക്ക് തന്നിട്ടുണ്ട്, അപ്പം ടൈമിന് വേണേ എനിക്ക് അതിന്റെ ടേംസിൽ എഴുതാം. ഓക്കെ,
സോ ടൈമിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി ടി എ ഇസ് ഈക്വൽ ടു, ഇപ്പൊ 2D ഡിവൈഡഡ് ബൈ ടി ടി എ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇപ്പൊ ടി ടി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം തൊട്ട് ആലപ്പുഴ വരെ പോകാനുള്ള ടൈമാണ് ടി ടി എ. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിവാൻഡ്രം തൊട്ട് ആലപ്പുഴ വരെ പോകാനുള്ള ഡിസ്റ്റൻസ്. അത് എത്രയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ഡി. ഇനി ട്രിവാൻഡ്രം തൊട്ട് ആലപ്പുഴ വരെ പോകാനുള്ള സ്പീഡ് എത്രയാണ്? 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി എ ടി എന്താണ്? ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോകാനുള്ള ഡിസ്റ്റൻസ് വേണം. അതെന്ത് തന്നെയാണ്? ഡി തന്നെയാണ്. ഇനി ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വരാൻ എടുക്കുന്ന സ്പീഡ് അത് എത്രയാണ്? 60 km/h ആണ്. സോ 60. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ടൈമിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ രണ്ട് കാര്യങ്ങൾ കിട്ടി. അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? d/40 + d/60. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇത് സോൾവ് ചെയ്യും അല്ലെ? അപ്പൊ നിങ്ങൾ എങ്ങനെ എൽസിഎം കണ്ടുപിടിക്കുക? ഞാനിവിടെ ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മെത്തേഡും ചെയ്യാം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 60d + 40d ഡിവൈഡഡ് ബൈ 60 × 40 എത്രയാണ്? 6 4 24 and 00. ഇവിടെ ഞാൻ ഇങ്ങനെ ഈ എൽസിഎം സോൾവ് ചെയ്ത് 60d + 40d ഡിവൈഡഡ് ബൈ 40 × 60, that is 2400. ഇനി that is equal to 2d divided by 60d + 40d എത്രയാണ്? 100d divided by 2400. അപ്പൊ ഈ രണ്ട് പൂജ്യം വെട്ടിപ്പോയി. അപ്പൊ d/24 ആയി. So 2d divided by d/24. അതിനെ എന്താക്കും? That becomes into 24/d. d/24 എന്ന് പറയുന്നേരം നമുക്ക് തിരിച്ചെഴുതാലോ അല്ലേ? അപ്പൊ 24/d. ഡിയും ഡിയും ക്യാൻസൽ ആവും. 24 × 2 that is 48 km/h ആയിരുന്നു. സോ km/h ആണ് ആവറേജ് സ്പീഡ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ട് പോയിന്റ്സ് അവർ പറഞ്ഞു, രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം പോവാൻ ഒരു സ്പീഡ് എടുത്തു, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരാൻ ഒരു സ്പീഡ് എടുത്തു. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് അറിയില്ല, ടൈം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയഗ്രാം വരച്ചു. ഓക്കെ, ട്രിവാൻഡ്രത്ത് നിന്ന് ആലപ്പുഴ വരെ പോകാൻ 60 കിലോമീറ്റേഴ്സ് എടുത്തു, അല്ല 40 കിലോമീറ്റേഴ്സ് എടുത്തു, സോറി. ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തിലോട്ട് വരാൻ തിരിച്ചു വരാൻ 60 എടുത്തു. നമുക്ക് വേണ്ടത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് വേണം, ടോട്ടൽ ടൈം വേണം. ഈ ക്വസ്റ്റിനകത്തുള്ള ഒളിച്ചിരിക്കുന്ന ഹിന്റ് എന്താ? രണ്ട് സ്റ്റോപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും സെയിം ആയിരിക്കും. സോ ഡി ആണ് അങ്ങോട്ട് പോകാനുള്ള ഡിസ്റ്റൻസ് എങ്കിൽ തിരിച്ചു എന്ത് തന്നെയായിരിക്കും? ഡി തന്നെ ആയിരിക്കും. സോ ഡി + ഡി ആയി എൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി ടൈമിന് പകരം ഞാൻ എവിടെ പോയി? സ്പീഡിന്റെ ഇക്വേഷനിൽ പോയി. കാരണം എനിക്കൊരു സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ സ്പീഡിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിനകത്തും ഡിസ്റ്റൻസിന്റെ ടേംസിലാക്കി. അപ്പൊ എനിക്ക് എന്ത് പറ്റും? എല്ലാം ക്യാൻസൽ ആയി പോകുമ്പോൾ ഒരു നമ്പർ വാല്യൂ കിട്ടും. അതിനാണ് ഞാൻ അങ്ങനെ ആക്കിയത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു, സ്പീഡിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ എഴുതി. ഇവിടെ നമ്മൾ സ്പീഡിൽ നിന്ന് ടൈമിനെ മാറ്റി എഴുതാൻ പോവാം. ടൈം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എൽസിഎം സോൾവ് ചെയ്തു. എൽസിഎം സോൾവ് ചെയ്തതിന് ശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് 48 km/h ആവറേജ് വെലോസിറ്റി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി കണ്ടുപിടിച്ച് തരാം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനാരിയോയിൽ രണ്ട് ഡിസ്റ്റൻസുകൾ സെയിം ആണെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യണമെന്ന് വെച്ചാൽ, ആ ക്വസ്റ്റ്യനകത്ത് ആവറേജ് സ്പീഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും കോംപ്ലക്സ് മെത്തേഡ് ഉപയോഗിക്കാതെ
ആവറേജ് സ്പീഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 2v1 v2 divided by v1 plus v2. ആവറേജ് സ്പീഡിന് വേറൊരു ഇക്വേഷൻ കിട്ടി. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്തു, ഡിസ്റ്റൻസുകൾ സെയിം ആണെങ്കിൽ പ്ലീസ് നോട്ട് ഡൗൺ ദാറ്റ് ഡിസ്റ്റൻസ് സെയിം ആണ് ഇൻ 2 സിനാരിയോസ്. വെലോസിറ്റികൾ മാത്രം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. 2v1 v2 divided by v1 plus v2. That is nothing but, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുവാണെങ്കിൽ 1640 ആണ് നമ്മുടെ രണ്ട് വെലോസിറ്റി. 2 into 60 into 40 divided by 60 plus 40. Okay, that becomes 2 into the 6 4s are 2400 divided by 100. 100 വെട്ടിപ്പോയി 2 into 24 48 kmph. ഒരു 10 മിനിറ്റ് എടുത്ത് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ വെറും 1 മിനിറ്റ് പോലും എടുക്കാതെ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട എന്താണ്? ഡിസ്റ്റൻസുകൾ സെയിം ആണോ? അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റും. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കുക, അതായത് നിങ്ങൾക്ക് ഈ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. ഇല്ല, ഇത് ആക്ച്വലി കിട്ടേണ്ടതാണ്, ഇല്ല എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വെരിഫൈ യൂസിങ് ദിസ് മെത്തേഡ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വെരിഫൈ എങ്കിലും ചെയ്യാം. ഓക്കെ, എൻ്റെ അറിവിനകത്ത് ഈ ഇക്വേഷൻസ് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് എക്സാമിനും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ 6th ക്വസ്റ്റ്യൻ. നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a person travels from Kerala to Bangalore with a velocity this and returns from Bangalore to Kerala പോകുന്നത് വെലോസിറ്റി 60 ഇൻ ദ സെയിം ടൈം. ഈ രണ്ട് ജേർണിക്കും സെയിം ടൈം ആണ് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ ഞാനൊരു ഹിന്റ് പറഞ്ഞായിരുന്നു. സെയിം ഡിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഏതാണ്? 2 times v1 v2 divided by v1 plus v2. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഹിന്റ് ആണ്, ടൈം സെയിം ആണ്, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ v1 plus v2 by 2. അതായത് ഗിവൺ ടൈം സെയിം ആണ്. നേരത്തെ ഇക്വേഷന് ഡിസ്റ്റൻസ് സെയിം ആണ്, ഈ ക്വസ്റ്റ്യനകത്ത് ടൈം സെയിം ആണ്. ടൈം സെയിം ആണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ജസ്റ്റ് ലൈക്ക് മാത്തമാറ്റിക്കൽ ആവറേജ്. v1 plus v2 by 2 that is 160 by 2 that is 80 kilometers per hour. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അയ്യോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വിട്ടുപോകും, അല്ലെ വിട്ടുകളയും. പക്ഷേ ഇതൊക്കെ ഇത്രയും സിമ്പിൾ ആയിരുന്നു. വെറും 1 മിനിറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് 80 kilometers per hour. അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ v1 plus v2 by 2. നമ്മുടെ ന്യൂമറിക്കലിന്റെ പോർഷൻ കഴിഞ്ഞു. ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ഇത് കുറച്ച് ലെങ്തി ആയിരുന്നു. കാരണം ഇതിനകത്ത് നമ്മളൊരു 7 to 8 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. അതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പാറ്റേൺസ് പ്ലസ് NCERT എക്സാംപ്ലറിനകത്തുള്ള മോഡൽസ് ആണ്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒരു ബേസിക് എന്താണ്? ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ്. പിന്നെ പുതിയ 2 ഇക്വേഷൻസ് കൂടെ നമ്മൾ പഠിച്ചു. അതെന്താണ്? സെയിം ഡിസ്റ്റൻസിലാണെങ്കിൽ ആവറേജ് സ്പീഡ് 2v1 v2 by v1 plus v2. സെയിം ടൈമിലാണെങ്കിൽ ഇറ്റ് ഇസ് v1 plus v2 by 2. സോ ന്യൂമറിക്കൽസ് ഒക്കെ നോട്ട്ബുക്കിൽ എഴുതുക, ഇത് പഠിക്കുക. ഈ 2 വീഡിയോസും ആവറേജ് വെലോസിറ്റിയുടെയും ന്യൂമറിക്കൽസിനെയും കമ്പൈൻ ചെയ്യുമ്പോൾ ആ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. Please support me, like, share and subscribe. Feedback ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിനകത്ത് പറയുക. So please like, share and subscribe. Thank you.